കിടിലം പടമായിരുന്നു, ഒന്നും പറയാനില്ല, വാക്കില്ല ആക്ച്വലി പറയാനുണ്ട്. സ്റ്റാർട്ടിങ് ടു എൻഡ് കിടിലം. മോഹൻലാലിൻ്റെ ഒരു ഇത് പറയാം, എമ്പുരാനെ കൂടി മികച്ച അഭിനയം, അത്രയ്ക്കും റോളുണ്ട്. ഇമോഷൻസ് എല്ലാ രീതിയിലും ഇമോഷണൽ റോളർ കോസ്റ്ററാണ്. സന്തോഷം, സങ്കടം എല്ലാം ഉണ്ട്, ഒന്നും പറയാനില്ല. അണ്ണൻ തന്നെ, പിന്നെ വേറെ ആരാ? പടം ഭയങ്കര കിള്ളമായിരുന്നു, സൂപ്പർ പടമായിരുന്നു, ഭയങ്കര കിള്ളം പടമായിരുന്നു. സെറ്റ് കണ്ട് മനസ്സിലാക്കുന്നതല്ല, പക്ഷെ പടം സൂപ്പർ പടം, അടിപൊളി പടമാണ്, സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ സിനിമ, ഇമോഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് കൺവേ ആയിട്ടുണ്ട്, സൂപ്പർ സാധനം. പടം ഉഗ്രൻ പടമാണ്, ധൈര്യമായിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് കാണാം. ഉഗ്രൻ സിനിമയാണ്. ലാലേട്ടൻ്റെ തിരിച്ചുവരവെന്ന് വേണമെങ്കിൽ പറയാം. ലാലേട്ടന് മാസ് കാണിക്കണമെങ്കിൽ കോട്ട് സൂട്ട് ഇടേണ്ട കാര്യമില്ല, മുണ്ട് മടക്കി കുത്തിയാൽ മതി എന്നുള്ളത് പുള്ളി തെളിയിച്ചിട്ടുണ്ട്. ഉഗ്രൻ സിനിമ, നല്ല പടം, നല്ല സിനിമയാണ്. നമ്മൾ കുറേ നാൾക്ക് ശേഷം മോഹൻലാലിന് ഒരു കംപ്ലീറ്റ് റോൾ നമ്മളങ്ങ് കാണുകയാണ്. ഫാമിലി ഡ്രാമ തന്നെയാണ് സിനിമ, അവർ പ്രൊമോട്ട് ചെയ്ത പോലെയാണ് സിനിമ. ഇത്രയും തരുൺമൂർത്തിയോട് താങ്ക്സ് പറയണത്. ലാലേട്ടനെ പഴയ പോലെ ലാലേട്ടനെ ഇങ്ങനെ കൊണ്ടുവരാനും പറ്റി, ഇത്രയും ഒരു മാസ്റ്റർ പീസ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊണ്ട് തരാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ ഭയങ്കര കിടലം പടം, ഒരു രക്ഷയില്ല. അതൊരിക്കലും പറയുന്നില്ല. ഈ മലയാള സിനിമ തന്നെ ലാലേട്ടനെ ചരിഞ്ഞ തോളിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വീണ്ടും ഈ പറയുന്ന ആൾക്കാർക്കുള്ളൊരു മറുപടിയാണ് ഈ സിനിമ. കാരണം അത്രത്തോളം എന്ന് വെച്ചാൽ ആ ഒരു നിമിഷ നേരം കൊണ്ട് ആ മുഖത്ത് മിന്നി മാറുന്ന ആ ഒരു കിടിലം വിഷയം പടം കിടിലം. എല്ലാവരും മോഹൻലാലിൻ്റെ പെർഫോമൻസ് എല്ലാം സീൻ കമ്പാക്കെന്ന്. ലാലേട്ടൻ ഓൾറെഡി എമ്പുരാനിലൂടെ വന്നു, ഇത് വീണ്ടും കിടിലോക്കും. നല്ല ഫേസിൻ്റെ എക്സ്പ്രഷൻ അതെല്ലാം കിട്ടില്ല. അതായത് ഓപ്പറേഷൻ ജാവയ്ക്കും സൗദി വെള്ളയ്ക്കും ശേഷം തരുൺമൂർത്തിയുടെ ഒരു ഹാർട്ട് ചിത്രം എന്ന് പറയാൻ പറ്റുന്നുണ്ട്. സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് ഒരു ഹൈലി എൻഗേജിങ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ തന്നെയാണ്. ആദ്യ പകുതി ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫാമിലി ഡ്രാമ മോഡിൽ പോകുന്നുണ്ട്. ഒരു ഇൻട്രോയിലോടുകൂടി അതൊരു ക്രൈം മിസ്റ്ററി ലെവലിലോട്ട് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിന് ശേഷം ഒരു പെർഫോമൻസ് ഡ്രിവൺ ആണ് ചിത്രം ടോട്ടലി. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇതെങ്ങനെയാണ് അവസാനിക്കുന്നത് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ സിനിമ നല്ലൊരു ചിത്രം തന്നെയാണ്, തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ചിത്രം തന്നെയാണ്. ഒരു വിജയമാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഒരു രക്ഷയില്ല, അടിപൊളി സിനിമയാണ്, ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ ഒരു ഹൈപ്പില്ലാതെ വന്നൊരു മൂവിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മൾ എന്തോ ഈ കുറേ നാൾക്ക് ശേഷം എന്തോ നമുക്ക് കിട്ടിയ പോലെ നമ്മൾ തിയേറ്റർ തീയിട്ടു, ഇത്രയാണ്. അതെ, ഉറപ്പായിട്ടും നമ്മളത് ഒരുപാട് എൻജോയ് ചെയ്തു. അവസാനത്തെ ആ ഒരു വില്ലനും എല്ലാ ക്യാരക്ടേഴ്സും, നമ്മൾ ശോഭന മോഹൻ ലാലേട്ടൻ കോമ്പോ എല്ലാം അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല.